നമസ്കാരം. നമ്മുടെ യുവ സിനിമാ താരങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ നിലപാട് വ്യക്തമാക്കുന്ന ഒരാളാണ് മീനാക്ഷി. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ടി വി അവതാരകയായി എത്തി വളരെ പക്വതയാർന്ന പ്രകടനത്തിലൂടെ നമ്മുടെ ഏവരുടെയും മനം കവർന്ന ആ ഒരു കുട്ടി പിന്നീട് ഇപ്പോൾ പല സിനിമകളിലും അഭിനയിക്കുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ BA ലിറ്ററേച്ചർ 2ാം വർഷം വിദ്യാർത്ഥിനി കൂടിയാണ് മീനാക്ഷി. പലപ്പോഴും തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. നമ്മുടെ നാട്ടിലെ ദളിത് വിഭാഗങ്ങളോട് നമ്മുടെ സമൂഹം കാട്ടുന്ന അനീതിയെക്കുറിച്ചാണ് മീനാക്ഷി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നത്. തനിക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അവർ ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. വർണ്ണമില്ലാത്ത വർണ്ണന പിരമിഡ് ചില ചിന്തകൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നത്. ഇതിൽ മീനാക്ഷി പറയുന്നത് തൻ്റെ ഒരു പാഠഭാഗത്തിൽ ഇതേക്കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. ഒരു ദളിതനായ വിദ്യാർത്ഥി വിശന്ന് അയാൾക്ക് പുറത്തുപോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴും അയാൾ ഭയക്കുന്നത് ക്ലാസ് ടീച്ചറിനെയാണ്. കാരണം വൈകി എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനം തന്നെ അതാണ്. ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കൂട്ടത്തിലാണ് മീനാക്ഷി തൻ്റെ ചില നിരീക്ഷണങ്ങളും കൂടി നടത്തിയത്. നമുക്ക് ആ നിരീക്ഷണങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവൻ്റെ വിശപ്പിനെ പോലും ഭയക്കുന്നു. കാരണം സ്കൂളിൽ നിന്ന് ഭക്ഷണം തേടി പുറത്തുപോയ കുട്ടി തൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തേടി പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴുമുള്ള ടീച്ചറിൻ്റെ പണിഷ്മെൻറ്റിനെ അവൻ ഭയക്കുന്നു. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് പലപ്പോഴായി അഥവാ പല സാഹചര്യങ്ങളെ കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ നാം പഠിക്കേണ്ടി വരുന്ന വർണ്ണ പിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നതിന് ശേഷം തൊട്ടു താഴെയായി ഇപ്പോഴും നിലനിൽക്കുന്ന ദളിതൻ അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു. ഇതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. വളരെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് മീനാക്ഷി ഇട്ടിരുന്നത്. എങ്കിലും ഇത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ഒരു സെലിബ്രിറ്റി ആയ സിനിമാ താരമായ ഒരു കുട്ടി തൻ്റേതായ നിലപാടുകൾ ദളിതരുടെ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം. പലരും അവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവർക്കൊരു വിഷയം വരുമ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇതിൽ എത്ര പേർ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയിലൊക്കെ തന്നെ ഇന്നും ദളിതൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അവർ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ നിരുത്സാഹപ്പെടുത്തപ്പെടുകയോ ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെപ്പോഴും ഉള്ളത്. ഇതിനെക്കുറിച്ചാണ് തൻ്റെ ഉത്കണ്ഠ ഈ താരം പങ്കുവച്ചത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതിനെ തുടർന്ന് ഒരു TV ചാനൽ അവരുടെ അഭിമുഖം എടുക്കാനായി സമീപിച്ചപ്പോഴാണ് തൻ്റെ നിലപാട് കുറേ കൂടി വ്യക്തമായ ഭാഷയിൽ മീനാക്ഷി വ്യക്തമാക്കിയത്. മീനാക്ഷി അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളൊക്കെ തന്നെ ദളിതരെ എന്തുകൊണ്ട് അകറ്റി എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കണമെന്നാണ്. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ വർണ്ണ പിരമിഡൊക്കെ അടിസ്ഥാനമാക്കിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും ഈ ഒരു അവസ്ഥയിലായത് എന്ന കാര്യം മാത്രം ഒരിടത്തും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് മീനാക്ഷി ചൂണ്ടിക്കാട്ടുന്നത്. തൊട്ടുകൂടായ്മ എന്ന പദം തന്നെ ചെറുപ്പം മുതൽ അലോസരപ്പെടുത്തിയിരുന്നുവെന്നും ദളിത് എന്നത് എവിടെ നിന്ന് വന്നുവെന്നും മനുഷ്യ തൊട്ടുകൂടാത്തവരെ കാണുന്നത് തെറ്റാണെന്നും കൂടി പഠിപ്പിക്കണമെന്നാണ് മീനാക്ഷി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരാളെ ദളിത് എന്ന് വിളിച്ച് കളിയാക്കുന്നതൊക്കെ തന്നെ ഗുരുതരമായ കുറ്റമാണ് എന്ന് ഇതിന് നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം പോലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസിലൊരിടത്തും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ചാതുർവർണ്ണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമായ എല്ലാ വർണ്ണങ്ങളെക്കുറിച്ചും പറയുന്നു. അതിലേറ്റവും താഴെത്തട്ടിലുള്ള ദളിതരെക്കുറിച്ചും വിശദമായ പഠനങ്ങൾ നടക്കുന്നു എങ്കിൽ പോലും കുട്ടികളുടെ സിലബസിലൊന്നും തന്നെ ഇന്നത്തെ കാലത്ത് കാലം മാറിയ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് വന്നുവെന്നും ഇനി അതിൻ്റെ പേര് പറഞ്ഞ പോലെ കളിയാക്കിയാൽ എന്തൊക്കെ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ സിലബസിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത് മീനാക്ഷി വളരെ സ്ഫുടമായ ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. നമ്മുടെ മുൻകാലം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സിലബസിൽ ഉള്ള ആ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, ഇവർ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതേ ഇല്ല എന്ന് മീനാക്ഷി ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ വാസ്തവമുണ്ട്. അതൊരു സത്യമാണ്. നമ്മുടെ നാട്ടിലെ ദളിതരെക്കുറിച്ച് അവർ ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമായി ഏറ്റവും താഴത്തിൽ വന്നു എന്ന് പറയുന്നതല്ല, ഇതെങ്ങനെ സംഭവിച്ചു, ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന കാര്യം മാത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. അത് നിർബന്ധമായി പഠിപ്പിക്കണം. ഇതിനെതിരെയൊക്കെ തന്നെ താൻ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മീനാക്ഷി പറയുന്നത്. അത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരിക്കലും പറയാതെ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ അലസമായി ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയാണ് പലപ്പോഴും നമ്മുടെ സാമ്പ്രദായിക ഈ സിലബസ് സംവിധാനത്തൊക്കെ തന്നെ പലപ്പോഴും ഉള്ളത്. കാര്യത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് ഇവർ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറയുന്ന ഓരോ വിദ്യാർത്ഥിയുടെ അവകാശമാണ് എന്നും അത് കൃത്യമായി തന്നെ ഈ സിലബസിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ പാഠഭാഗങ്ങളിൽ എന്തുകൊണ്ട് ദളിതർ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്നുള്ള കാര്യം പഠിപ്പിക്കണമെന്നാണ് ഇപ്പോൾ മീനാക്ഷി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ
പോസ്റ്റുകളിലും ഒക്കെ തന്നെ നിരവധി പേർ കമൻ്റ് ഇട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങൾ പലരും നമ്മുടെ നാട്ടിൽ വിവാദമായിരിക്കുന്ന വിഷയങ്ങൾ പോയിട്ട് സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും പ്രതികരിക്കാൻ മടിക്കാത്തവരോ പ്രതികരിച്ചാൽ തന്നെ കൃത്യമായ വിശദീകരണം നൽകാത്തവരോ ആണെന്നുള്ളത് വാസ്തവമാണ്. അപൂർവം ചില സിനിമാ താരങ്ങൾ ഒഴിച്ചാൽ ബാക്കി പലരും ഇക്കാര്യത്തിൽ കണ്ടില്ല എന്ന് ഭാവിക്കുന്നതാണ് അവരുടെ രീതി. അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് തങ്ങളുടെ ഭാവിയെക്കുറിച്ചും സ്വന്തം മഹത്വം വർണ്ണിക്കാനായിരിക്കും കൂടുതൽ സമയവും വിനിയോഗിക്കുക. ഏതായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യപരമായ ഇത്തരത്തിലുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ച് അത്ര കൃത്യതയോടു കൂടിയാണ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ മീനാക്ഷി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന തലമുറ ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം ബോധവാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് പണ്ടത്തെ കാലത്തെ പോലെ ആരും ജാതി പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും തന്നെ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ഗുരുതരമായ ക്രിമിനൽ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതൊന്നും തന്നെ പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്നതേയില്ല. ഇവർ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായി വന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ എങ്ങും തൊടാത്ത രീതിയിലുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെതിരെയാണ് മീനാക്ഷി തൻ്റെ നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ മാസം മറ്റൊരു സുപ്രധാന വിഷയത്തിലും മീനാക്ഷി ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. മീനാക്ഷിയോട് നിരീശ്വരവാദിയാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് അവർ നൽകിയ കൃത്യമായ മറുപടി എത്ര ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് ഈ മീനാക്ഷി എന്നതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മീനാക്ഷി പറയുന്നത് വിശ്വാസികൾ എന്ന് കരുതപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളാണെന്നാണ്. കാരണം അവർ ചെയ്യുന്ന കൃത്യങ്ങൾ നല്ലതല്ല, മോശം കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മുതൽ കട്ടുകൊണ്ട് പോകുന്നവർ, കുട്ടികളെ ദ്രോഹിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ തുടങ്ങി വലിയൊരു വിഭാഗം വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർക്കിടയിലുണ്ട്. അവരാണ് യഥാർത്ഥ നിരീശ്വരവാദികൾ എന്നാണ് മീനാക്ഷി ആ ഒരു അഭിമുഖത്തിലും പറഞ്ഞത്. തൻ്റെ നിലപാട് ഇവിടെയും യാതൊരു തരത്തിലും വെള്ളം ചേർക്കാതെ തന്നെയാണ് മീനാക്ഷി വ്യക്തമാക്കിയിരിക്കുന്നത്. മീനാക്ഷി പറയുന്നത്, നിങ്ങൾ എന്നോട് ആരെങ്കിലും അധിഷ്ഠാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറയുന്നത് ഞാൻ റാഷണലാണ് എന്നാണ്. റാഷണൽ എന്ന് നമുക്കറിയാം, നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി ആണ് എൻ്റേത് എന്നാണ് മീനാക്ഷി പറയുന്നത്. ഇത്തരത്തിൽ ദൈവത്തിനെ വിൽക്കുന്നവരും കുട്ടികളെ ഉപദ്രവിക്കുന്നവരും ഒക്കെ തന്നെ അവരുടെ ആളുകൾക്കിടയിൽ വലിയ യോഗ്യന്മാരായി വിശ്വാസികളായി ജീവിച്ചു പോരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരാണ് യഥാർത്ഥ നിരീശ്വരവാദികൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മീനാക്ഷി പറയുന്നത് പൊതുവെ അധീഷ്ഠികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ തന്നെ നിരുദ്രവകാരികളാണെന്നാണ്. ഇവർക്കൊണ്ട് വലിയ ശല്യമൊന്നും ഈ സമൂഹത്തിന് പലപ്പോഴും ഉണ്ടാകാറില്ല. അവരുടെ മാർഗ്ഗത്തിൽ ജീവിച്ചു പോകും. മാത്രമല്ല, പല കാര്യങ്ങളും അധീഷ്ഠികൾ പറയുന്നത് ശാസ്ത്രീയമായ അടിത്തറയുടെ കൂടി പിൻബലത്തിലാണ് എന്നുള്ള കാര്യവും മീനാക്ഷി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി താൻ റാഷണലായാണ് ചിന്തിക്കുന്നത് എന്ന് പറയാൻ ഒരു കലാകാരിക്ക് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും താരതമ്യേന 2ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി എന്ന് നമുക്ക് നമ്മളൊരു ചെറിയ ഒരു കൊച്ചുമോളെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കുട്ടി താൻ അധിഷ്ഠാനോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ റാഷണലാണ് എന്ന് പറയുന്ന മീനാക്ഷി പോലുള്ളൊരു കുട്ടിയുടെ ആ ബൗദ്ധിക നിലവാരം അത് തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയിലെ പലരും ഇതേക്കുറിച്ച് ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ കൃത്യമായും ആരാണ് വിശ്വാസി ആരാണ് അവിശ്വാസി എന്നുള്ളതിനെക്കുറിച്ച് പോലും സ്വന്തമായി നിലപാടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് താനെന്ന് മീനാക്ഷി ഇവിടെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. എനിക്ക് ചുറ്റുമുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതുതന്നെയാണ് എൻ്റെ രീതി. അതാണ് റാഷണൽ എന്നുള്ള വാക്കുകൊണ്ട് ഒരുപക്ഷെ മീനാക്ഷി ഉദ്ദേശിച്ചത്. ഏതായാലും നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇവരുടെയൊക്കെ തന്നെ വാക്കുകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിലെ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ദളിതരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ നിത്യേന കാണുന്നതാണ്. അല്ലെങ്കിൽ ദൈവവിശ്വാസികളെ യുക്തിവാദികളും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നമ്മൾ നിരന്തരം കാണാറുള്ളതാണ്. അവിടെയൊക്കെയാണ് തൻ്റെ നിലപാട് വളരെ കൃത്യതയോടുകൂടി തന്നെ വെളിപ്പെടുത്താൻ ഈ ഒരു യുവതാരം തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്.